ഇതിനൊക്കെ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി പടം കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഫാമിലിക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചിരിക്കാൻ പറ്റിയൊരു ഉഗ്രൻ ക്രിസ്മസ് ട്രീറ്റ് ആണ് നമ്മുടെ വെള്ളപ്പൊക്കം. എല്ലാവരും പോയി കാണാം. ഷൈൻ ടോമിന്റെ ഒരു പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് ഒരു എന്താ പറയുക, ഒരു അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള ഒരു ടൈറ്റിലിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഐ മീൻ ലാസ്റ്റ് പോർഷൻ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് ഗംഭീര സാധനമായിരുന്നു. നമ്മൾ ഈ പ്രിയദർശന്റെ ഒക്കെ പടത്തിന്റെ അവസാനം കാണുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, എല്ലാം കൊണ്ടുള്ള ഒരു കൊളാപ്സ്, അതേപോലെ ഒരു ഫൈറ്റ് ഗംഭീരമായിരുന്നു. പിന്നെ ആനയൊക്കെ കൊണ്ട് ഇവർ എങ്ങനെയാണ് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചത് നമുക്കറിയത്തില്ല, പക്ഷെ അത് ഗംഭീരമായിട്ട് ആനയെ കൊണ്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീകാന്ത് ചെട്ടിയാർ, പുള്ളിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസിന് ഈ പടം കയറിക്കൊളുത്താനുള്ള സാധ്യതയുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ തീർച്ചയായിട്ടും പുള്ളി എങ്ങും പോയിട്ടില്ലല്ലോ. പുള്ളി വളരെ ലൈവായിട്ട് തന്നെ നിൽക്കുന്ന മനുഷ്യനാണ്. പുള്ളി ഈ പടത്തിന്റെ USP പുള്ളിയാണ്. ഷൈൻ ടോം വന്ന് ആ ഒരു സെക്കൻഡ് ഹാഫിൽ പുള്ളി ഒരു പെർഫോമൻസ് ഉണ്ട്. പുള്ളി വന്ന് കോളേജിലോട്ട് വരുന്ന ഒരു സമയം, അങ്ങനെ ഒരു സംഭവമാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് പുള്ളിയുടെ പെർഫോമൻസ്. വളരെ ഗംഭീരമാണ്. ഒരുപാട് പേരുണ്ട്, പക്ഷെ നമുക്ക് പുതുമുഖങ്ങളാണെങ്കിലും വർക്ക് ചെയ്തപ്പോഴേക്കും നമുക്കൊരു ഡിഫറൻസ് അങ്ങനെ തോന്നിയില്ല. എല്ലാവരും ഭയങ്കര അടിപൊളി വൈബായിട്ടാണ് ചെയ്തത്. പിന്നെ നമുക്ക് സ്ക്രീനിലാണെങ്കിലും കാണാൻ പറ്റും. അത് ഷൈൻ ടോം ചാക്കോയുടെ അടിപൊളി. പിന്നെ അതിലേക്ക് പുള്ളി ആ കാര്യത്തിൽ അടിപൊളിയാണല്ലോ. അപ്പോ അതെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. നോക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ബെസ്റ്റ് ഉണ്ടായിരുന്നു. പടം കാണുക, നിങ്ങളൊക്കെ പടം കാണുക. ഒരു ഫൺ പരിപാടിയാണ്. ഒരു എന്താ പറയാ, ഒരു സ്ട്രെസ് ബസ്റ്റർ പോലെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഫൺ പരിപാടിയാണ്. ചില്ല് ചെയ്ത് ഇത് കപ്പിയാരൊക്കെ കണ്ടിട്ടില്ല, അടികപ്പിയാരെ കൂട്ടണി അതൊക്കെ പോലെ അത് അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന. പിന്നെ എല്ലാവരും പുതിയ ആൾക്കാരാണ് മോസ്റ്റ്ലി. അങ്ങനെ പിന്നെ ഷൈൻ ചേട്ടനോട്, മഞ്ചേച്ചിയുണ്ട്, അശോക് ചേട്ടനുണ്ട്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ പരിചയമുള്ളവരുണ്ട്. ഷുവർ അത് ഫാമിലിക്ക് എന്തായാലും കാണാൻ പറ്റിയതാണ്. അങ്ങനെ ഫാമിലിക്ക് കാണാൻ പറ്റാത്തൊരു പടമൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഡെബ്യൂ ആണ്. ഇതേപോലെ ആക്ടിങ് ആണെങ്കിൽ കുറെ ആൾക്കാർ ഡെബ്യൂട്ടൻസ് ഉണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ. അതെ, അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചു. പുള്ളിയുടെ മുമ്പ് കണ്ടപ്പോഴും ഷൂട്ടിനാണെങ്കിലും നമ്മുടെ ഇവന്റ്സിനാണ് കണ്ടെങ്കിലും സംസാരിച്ചായിരുന്നു. Thank you so much. Nice light-hearted film with a message that these days youth are more into drug consumption. So it's a must-watch film, I would say. Do I need to add more? I'm sorry.